നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളെ ഞാൻ എന്ത് പറഞ്ഞ ദൈവമേ മനസ്സിലാക്കേണ്ടത്? അവളുടെ പെരുമാറ്റം കണ്ട തോന്നുക സഞ്ജുവിനെ അവൾക്ക് കൈവിട്ടു പോകുന്നത് പോലെയാ. മിനിസ്റ്ററുടെ റെക്കമെൻഡേഷനായിട്ട് വന്ന ആ രോഗിക്ക് ശിരോവസ്തി ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ലക്ഷ്മി ഇതിനെ കരഞ്ഞോണ്ട് പോകുന്നു. നീ അവളെ അങ്ങോട്ട് വിളിക്ക്. വേണ്ട മുത്തശ്ശ, അവള് കരയാനുള്ള കാരണം എനിക്കറിയാം. അവളുടെ സങ്കടം മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അത് ഈശ്വരന് പോലും പറ്റാത്ത കാര്യമാണ്. സങ്കടോ? എന്താ അത്? സ്വാതിയുടെ മുറച്ചെറുക്കന്റെ കല്യാണം എന്ന്. അവനും സ്വാതിയും തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നു. വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞതാ. അവൻ ഇപ്പോഴും സ്വാതി ഓർത്താ ജീവിക്കുന്നത്. അവന്റെ കുടുംബവുമായി ശത്രുതയുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ പെണ്ണിന്റെ കഴുത്തിലാ അവൻ താലി കെട്ടാൻ പോകുന്നത്. ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുത തീർക്കാൻ രണ്ട് വീട്ടുകാരും കണ്ട പോംവഴിയാ ആ കല്യാണം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വാതിയെ പാതിയും ഗ്രസിച്ചിരിക്കുന്നത് പാപദോഷമാണ്. ആ വിവാഹത്തിന് മുൻപ് സ്വാതി നടത്തിക്കുമെന്ന് അമ്മ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അവൾ അഖണ്ഡജ്യോതി ശിരസിലേറ്റിയതൊക്കെ അതിനു വേണ്ടിയാ. അതിനായിരുന്നല്ലേ സ്വാതി എഴുന്നേപ്പിച്ച് നടത്താൻ വ്യഗ്രതപ്പെട്ട് അവൾ എന്റെ പിന്നാലെ നടന്നത്? അതേ മുത്തശ്ശ, ഇന്ന് ആ വിവാഹം നടന്ന രണ്ട് ദുരന്തങ്ങളാ സംഭവിക്കാൻ പോകുന്നത്. സ്വാതിയുടെ മുറച്ചെറുക്കാൻ ജീവനെടുക്കും. ലച്ചു വീണ്ടും ശിവക്കാട് കയറും. പരമശിവന് മുൻപിൽ പ്രാണത്യാഗം ചെയ്യാൻ. ഗോവിന്ദ, ഞാൻ പറഞ്ഞത് സത്യം മുത്തശ്ശ. ലക്ഷ്മി സ്വാതിയുടെ മുറച്ചെറുക്കിനൊരു വാക്ക് കൊടുത്തിരുന്നു. കതിർമണ്ഡപത്തിൽ മുഹൂർത്തത്തിന് മുൻപ് സ്വാതി എത്തിക്കുമെന്ന്. അവിടെയാ അവള് തോറ്റുപോയിരിക്കുന്നത്. ശിവ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? എപ്പോഴാ വിവാഹം? മുഹൂർത്തം അറിയാവോ ഇതിന്? സഞ്ജുവും മറ്റൊരു കുട്ടിയും തമ്മിലുള്ള വിവാഹത്തിന് മുഹൂർത്തം 12 മണിക്കാ. എന്നാൽ 12:30 മുഹൂർത്തമെന്ന് ശങ്കരശാസ്ത്രികൾ പറഞ്ഞിട്ടുണ്ടത്രേ. എന്താ മുത്തശ്ശ ഇതിന്റെയൊക്കെ അർത്ഥം? ശങ്കരശാസ്ത്രികളുടെ പ്രവചനം പിഴയ്ക്കില്ല ഗോവിന്ദ. ദേവാസുര യുദ്ധമാ എന്റെ മനോമുഗ്രത്തിൽ തെളിയുന്നത്. അസുരശക്തി ജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടില്ല. സത്യം പലപ്പോഴും ഇരുൾമൂടി കാണപ്പെടുന്നു. എന്താ അത്? അതിനെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു നാൾ സൂര്യശോഭയോടെ ഉദിച്ചുയരുക തന്നെ ചെയ്യും. സ്വാതിക്ക് നടക്കാൻ കഴിയണ്ട മുത്തശ്ശ. ലക്ഷ്മി പ്രാണത്യാഗം ചെയ്ത നമ്മുടെ കുടുംബത്തിനേറ്റ ശാപമായിട്ടത് മാറും. അപ്പച്ചിയുടെ അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇനിയുള്ള തിരുനാടകം ദൈവത്തിന്റെയാ. എന്ത് സംഭവിക്കുമെന്ന് പറയാൻ മുത്തശ്ശന് കഴിയില്ല ഗോവിന്ദ. ലച്ചുവിന്റെ കാര്യത്തിൽ നിന്റെ ഒരു ശ്രദ്ധ വേണം. വെറുതെ ദദ്രേത് മനയിലേക്ക് കയറി വന്നൊരു പെണ്ണല്ല ലച്ചു. അവളുടെ നിയോഗം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. നിന്റെ ഒരു കണ്ണ് ഈ ഒരു ദിവസം അവളിലുണ്ടാവണം. ഇന്ന് നിന്റെ വിവാഹമോ മോനെ? നിനക്ക് വേണ്ടി അമ്മ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനകളും വഴിപാടുകളും കഴിച്ചു വന്നത്. ഓർമ്മ വെച്ച നാളെ മുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാ പ്രാർത്ഥനകളും വഴിപാടുകളും. അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടായിട്ടുള്ളതായി എന്റെ അറിവിലില്ല. വേദനകളും ദുരനുഭവങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും പതിവുകൾക്ക് മാത്രം ഒരു മുടക്കവുമില്ല.
അങ്ങനെയൊന്നും പറയല്ലേ മോനെ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അമ്മ പറയുന്ന പൊട്ടത്തരം വിശ്വസിച്ച് തലയാടണോ? അതാണ് എന്റെ വിധിയെന്ന് കരുതണം. താലി കെട്ടിയ പുരുഷൻ 9 വർഷം തികയുന്നതിന് മുൻപേ പോയിട്ടും അമ്മ അത് ദൈവവിധിയിൽ കൊണ്ടുവച്ച് ആശ്വസിച്ചു. എനിക്കാണ് എന്റെ അച്ഛൻ ഇല്ലാതായി പോയത്. എന്നിതാ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്ന നിഷ്കളങ്കയായിരുന്ന ഒരു പെൺകുട്ടി 2 കാലുകളും തളർന്നു കിടക്കുന്നു. അവളുടെ മാത്രമല്ല, എന്റെ സ്വപ്നങ്ങളും കൂടിയാ തകർന്നു പോയത്. പഴി പറഞ്ഞു നിർത്താൻ ദൈവം ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ അത് സ്വാതിയുടെ വിധിയെന്ന് പറഞ്ഞ് അതിൽ കൊണ്ട് ചാരിവെച്ചു. മനുഷ്യനൊരു മനസ്സുണ്ടെന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറന്നുപോകുന്നു. വേണ്ട സഞ്ജു, നീ ദൈവത്തെ തള്ളി പറയരുത്. ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല. ആ വിശ്വാസം എനിക്കുണ്ട്. അവൻ പറയട്ടെ കാവേരി. എന്റെ മോനോട് ഒരിറ്റ കരുണ കാണിക്കാൻ ദൈവത്തിന് കഴിയുന്നില്ല. അതിന് കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവശിക്ഷ ഉണ്ടാവില്ല. ശ്രീദേവിയെടുത്ത് ആ പറഞ്ഞ കാരണവും ദൈവശിക്ഷ എന്താണെന്ന് നിനക്കറിയോ? എന്നെയും കൂട്ടി ശ്രീദേവിയെടുത്തി ശാസ്ത്രികളെ കാണാൻ പോയിരുന്നു. നീ അമ്മുന്റെ കഴുത്തിൽ കെട്ടിയ താലിയെപ്പറ്റി ശാസ്ത്രികൾ പറയുകയുണ്ടായി. സഞ്ജു ആദ്യം കെട്ടിയ താലി ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ടത്രേ. അത് അമ്മു ആണെന്ന് ഊഹിക്കാൻ പോലും ശ്രീദേവിയെടുത്തേക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നുകൂടി ശാസ്ത്രികൾ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ സാന്നിധ്യം കതിർമണ്ഡപത്തിൽ ഉണ്ടാവുമെന്ന്. എന്നുവെച്ചാ മുഹൂർത്തത്തിന് അമ്മു കതിർമണ്ഡപത്തിൽ എത്തുമെന്ന്. അത് കേട്ടത് മുതൽ ശ്രീദേവിയടത്തേക്കുണ്ടായ ഉത്കണ്ഠയും പരിഭ്രമവും കൂടിക്കൂടി വരികയാ. നമ്മളെ സംബന്ധിച്ച് അത് ആശ്വാസമല്ലേ? അമ്മു വന്നാ കൂടെ ശ്രീകുട്ടിയും കാണില്ലേ? അതല്ലേ അവൾ നിനക്ക് തന്ന വാക്ക്? ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കും അപ്പച്ചി? അമ്മ എടുത്ത ശബ്ദത്തെക്കുറിച്ച് ശാസ്ത്രികൾക്ക് എന്തെങ്കിലും അറിയോ? അതറിയാതെയല്ലേ നീ താലികെട്ടിയ പെണ്ണ് കതിർമണ്ഡപത്തിലെത്തുമെന്ന് ശാസ്ത്രികൾ പറഞ്ഞത്. അമ്മ വരും മോനെ, അവളെ തടയാൻ ആർക്കും കഴിയില്ല. അവളുടെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അമ്മ വന്നിരിക്കും. അവളെ നീ വിശ്വസിക്ക്. നീ പോയി കുളിച്ച് ഫ്രഷ് ആവ്. ഇത് നിന്റെ സ്വാതിയുടെയും ദിവസം. ഇന്ന് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ വിവാഹം. അപ്പച്ചി ചെല്ല്, ഞാൻ വന്നോളാം. ലച്ചു ഒന്ന് വിളിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഈ വാക്കുകളൊന്നും എന്റെ ഉള്ളിലെ തീ കെടുത്തില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.